നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അമൃത. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. രാമകൃഷ്ണനെതിരെ സത്യഭാമയുടെ മോഹിനിയാട്ടം. കേരളം വരുമാനത്തെക്കാൾ ചിലവാക്കുന്നുവെന്ന് കേന്ദ്രം. KSEB നിലപാടിൽ ദുരൂഹത. തീവിലയ്ക്ക് പുറം വൈദ്യുതി, പക്ഷേ സോളാർ വേണ്ട. ED ആസ്ഥാനത്ത് സുരക്ഷ കൂട്ടി. കടലിൽ കരുത്തുകാട്ടി വീണ്ടും മാർക്കോസ് കമാൻഡോകൾ. PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. വർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. രാമകൃഷ്ണനെതിരെ സത്യഭാമയുടെ മോഹിനിയാട്ടം. കണ്ടാൽ കാക്കയുടെ നിറം, ഇയാളെ മോഹിനിയാട്ടം കളിക്കാൻ കൊള്ളില്ല, പെറ്റ തള്ള സഹിക്കില്ല എന്നിങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ ജാതി അധിക്ഷേപവും വിവരക്കേടും വിളമ്പിയ കലാമണ്ഡലം സത്യഭാമ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കെ ഡോക്ടർ RLV രാമകൃഷ്ണൻ നിയമ നടപടിക്കൊരുങ്ങുന്നു. അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനാണ് മോഹിനിയാട്ടത്തിൽ ഉന്നത ബിരുദമുള്ള രാമകൃഷ്ണൻ. സമൂഹത്തിന്റെ പിന്തുണയോടെ ഇതിനെ നിയമപരമായി നേരിടുമെന്നും എല്ലാ നിലയിലും അവർ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെക്കുറിച്ചാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സംഭവം വിവാദമായതോടെ കലാസാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിവിധ TV ചാനലുകൾ പ്രതികരണം തേടിയപ്പോൾ സ്വരം കടുപ്പിച്ച് സത്യഭാമ നിയമ നടപടിയെ പേടിക്കുന്നില്ലെന്ന് ആവർത്തിച്ചു. കേരളം വരുമാനത്തെക്കാൾ ചിലവാക്കുന്നുവെന്ന് കേന്ദ്രം. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള വാദം സുപ്രീം കോടതിയിൽ ആരംഭിച്ചു. അടിയന്തരമായി 10,000 കോടി രൂപ കടമെടുക്കുവാൻ നിലവിൽ അവകാശമുണ്ടെന്നും കേരളം സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു. കടമെടുപ്പ് പരിധിയിൽ ഇടക്കാല ഉത്തരവ് തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷയിൽ 5.5 മണിക്കൂർ വരെ വാദം നീണ്ടുനിന്നു. ഈ സാമ്പത്തിക വർഷം കേന്ദ്ര കണക്കുകൾ പ്രകാരം 10,000 കോടി രൂപ കടമെടുക്കുവാൻ കേരളത്തിന് അവകാശമുണ്ട്. ഇതിനുള്ള അനുമതിയായാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അധികമായി ഒന്നും ചോദിച്ചിട്ടില്ല എന്നും ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത് മാത്രമാണ് അവകാശപ്പെടുന്നതെന്നും കേരളത്തിനായി കപിൽ സിബൽ വാദിച്ചു. KSEB നിലപാടിൽ ദുരൂഹത. തീവിലയ്ക്ക് പുറം വൈദ്യുതി, പക്ഷേ സോളാർ വേണ്ട. കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന KSEBക്ക് സോളാർ ഉൽപാദനമാണ് ശാശ്വത പരിഹാരമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടും മുഖം തിരിക്കുന്നതിൽ ദുരൂഹത. യൂണിറ്റ് 10 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങി ബാധ്യത പ്രതിമാസ ബില്ലിൽ അടിച്ചേൽപ്പിക്കുന്നു. അതേസമയം പൂരപ്പുറ സോളാറിൽ അധികം വരുന്നത് സ്വീകരിക്കുന്നതിന്റെ വില കുറയ്ക്കുകയും ചെയ്തു. നെറ്റ് മീറ്റർ സംവിധാനം ഉപേക്ഷിക്കാനുള്ള നീക്കം കമ്മീഷൻ തടഞ്ഞത് കഴിഞ്ഞ ദിവസം. സോളാർ വൈദ്യുതിയെ തളർത്തുന്നതിന്റെ കാരണം അന്വേഷിക്കണമെന്ന് ആവശ്യം ശക്തമാവുകയാണ്. സോളാർ വൈദ്യുതി വാങ്ങി പകരം വീട്ടാവശ്യത്തിന് ഗ്രിഡ് വൈദ്യുതി നൽകുന്നത് നഷ്ടക്കച്ചവടമെന്ന് വിചിത്ര ന്യായമാണ് KSEB കമ്മീഷന് മുന്നിൽ നിരത്തിയത്. ED ആസ്ഥാനത്ത് സുരക്ഷ കൂട്ടി. കേജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ ED ആസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. കേജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിപക്ഷം ശക്തമാകുന്നതിന് പിന്നാലെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. EDയുടെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അതേസമയം ദില്ലിയിൽ ആകെയും പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി മാത്രമല്ല ഇതര പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കടലിൽ കരുത്തുകാട്ടി വീണ്ടും മാർക്കോസ് കമാൻഡോകൾ. ലോകത്തെ മികച്ച 10-ൽ 1. ലോകത്തെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് എന്ന മാർക്കോസ്. യുദ്ധസാമഗ്രികളുടെ ഭാരവും വഹിച്ച് ആകാശത്തുനിന്ന് പാരച്യൂട്ടിൽ ഇറങ്ങാൻ ശേഷിയുള്ള ലോകത്തെ അപൂർവം കമാൻഡോ ഗ്രൂപ്പ് 1987 രൂപീകരിച്ചു. പ്രഹർ എന്ന് വിളിക്കുന്ന ഒരു യൂണിറ്റിൽ 8 പേരുണ്ടാകും. 2000 മാർക്കോസ് കമാൻഡോകൾ എപ്പോഴും സർവീസിലുണ്ടെന്നാണ് കണക്ക്. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്തും മുംബൈ തീവ്രവാദി ആക്രമണമുണ്ടായപ്പോഴും കാർഗിൽ യുദ്ധവേളയിലും മികച്ച പ്രകടനം. സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് സഹായകമായി കപ്പൽ മോചിപ്പിച്ചതും 3 മാസമായി തടവിലായിരുന്ന വിദേശ നാവികരെ രക്ഷിച്ചതും ഇന്ത്യൻ നാവികസേന കമാൻഡോകളായ മാർക്കോസ് വീണ്ടും കരുത്തുകാട്ടി.
PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. സംസ്ഥാനത്ത് PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഏപ്രിൽ 13, 27 തീയതികളിൽ നിശ്ചയിച്ചിരിക്കുന്ന ബിരുദതല പ്രാഥമിക പരീക്ഷകൾ മെയ് 11, 25 തീയതികളിൽ നടത്തുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. വർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. വിഖ്യാത സാഹിത്യ പുരസ്കാരമായ സരസ്വതി സമ്മാൻ കവിയും ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായ പ്രഭ വർമ്മയ്ക്ക് വർമ്മയുടെ ഏറ്റവും പുതിയ കാവ്യമായ രൗദ്രസാദ്യുഗത്തിനാണ് പുരസ്കാരം. പഞ്ചലോഹ സരസ്വതി വിഗ്രഹവും 15 ലക്ഷം രൂപയും പൊന്നാടിയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് സരസ്വതി സമ്മാൻ. ഇന്ത്യയിലെ ഏറ്റവും സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമാണിത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അർജുൻ കുമാർ സിക്രി അധ്യക്ഷനായ 13 അംഗ ജൂറിയാണ് അവാർഡ് നിർണയിച്ചതെന്ന് സംഘാടകരായ KK ബിർള ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ സുരേഷ് ഋതുപർണ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 33ാമത് സരസ്വതി സമ്മാൻ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. രാമകൃഷ്ണനെതിരെ സത്യഭാമയുടെ മോഹിനിയാട്ടം. കേരളം വരുമാനത്തെക്കാൾ ചിലവാക്കുന്നുവെന്ന് കേന്ദ്രം. KSEB നിലപാടിൽ ദുരൂഹത. തീവിലയ്ക്ക് പുറം വൈദ്യുതി, പക്ഷേ സോളാർ വേണ്ട. ED ആസ്ഥാനത്ത് സുരക്ഷ കൂട്ടി. കടലിൽ കരുത്തുകാട്ടി വീണ്ടും മാർക്കോസ് കമാൻഡോകൾ. PSC പരീക്ഷാ തീയതികളിൽ മാറ്റം. വർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ വ്യക്തിവിശേഷം പരിപാടിയിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററെ കുറിച്ച് കേൾക്കാം. അവതരണം മിത്ര R. 1822 ഡിസംബർ 27 ഫ്രാൻസിലെ ഡോളിലായിരുന്നു ലൂയി പാസ്റ്ററിൻ്റെ ജനനം. രസതന്ത്രവും മൈക്രോബയോളജിയുമായിരുന്നു പ്രധാന മേഖലകൾ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളാണ് പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഇദ്ദേഹമാണ്. പേവിഷബാധ, ആന്ത്രാക്സ് എന്നിവയ്ക്കുള്ള ആദ്യ പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിച്ചതും സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കാനുള്ള പാസ്ചറൈസേഷൻ വിദ്യ കണ്ടുപിടിച്ചതും ലൂയി പാസ്റ്ററിൻ്റെ പ്രധാന നേട്ടങ്ങളാണ്. പേ ബാധിച്ച നായയുടെ തലച്ചോറിൽ നിന്നും വേർതിരിച്ചെടുത്ത ദ്രാവകമാണ് പ്രതിരോധ മരുന്നായി അദ്ദേഹം ഉപയോഗിച്ചത്. പ്രസവാനന്തര പനി മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ സഹായകമായി. ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ അസുഖങ്ങൾ സൂക്ഷ്മാണുക്കൾ മൂലമാണ് ഉണ്ടാകുന്നത് എന്ന സിദ്ധാന്തത്തെ ശരിവെക്കുന്നവയായിരുന്നു. മൈക്രോബയോളജിയുടെ 3 പിതാക്കന്മാരിൽ ഒരാളായ ലൂയി പാസ്റ്റർ അറിയപ്പെടുന്നു. 1895 സെപ്റ്റംബർ 28 അദ്ദേഹം മരണപ്പെട്ടു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 136ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ ആരും തന്നെ ശരി ഉത്തരം അയച്ചിട്ടില്ല. 136ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജനന വർഷവും തീയതി. 1902 ജൂൺ 30. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ഫ്രാൻസിലെ ഏതു സ്ഥലത്താണ് ലൂയി പാസ്റ്റർ ജനിച്ചത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.